ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെ കൈക്കൊണ്ട് എന്നോട് കരുണ ചെയ്യണമേ. ആമേൻ. ക്രിസ്ത്യ കീർത്തനങ്ങൾ 36 പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ക്രിസ്ത്യ കീർത്തനങ്ങളിലെ 36. ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടമാനസൻ, ഏറ്റവും ആനന്ദം അവൻ, എത്ര മനോഹരൻ. ഹൃദയമാതിനി വണ്ണം മാധുര്യമേറുന്ന യാതൊരു നാമമില്ലസോ ഭൂതലങ്ങളിലും. പ്രിയമേറുന്ന നാമമേ ഈ ഉലകിൽ വന്നു, സ്വന്ത രക്തം ആദാലന്നെ വീണ്ടരുമാനാഥൻ. തന്നോടുള്ള സംസർഗം പോ ഇന്നിഹത്തിൽ ഒരു ഭാഗ്യാനുഭവമില്ലതോ സ്വർഗം തന്നെ ന്യൂനം. ഒന്നാം പാഠഭാഗമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യിരെമ്യാവ് 7-ന്റെ 3 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചീന്താതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നേക്കും വസിക്കുമാറാക്കും. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകൾ ആശ്രയിക്കുന്നു. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങളറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരുന്ന ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവീൻ. ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടപെടാതെയും നിങ്ങളോട് സംസാരിച്ച് വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോട് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലോവോടും ചെയ്തതുപോലെ ഞാൻ ചെയ്യും.
നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എബ്രയും സന്തതിയൊക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളെയും എൻ്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നീ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷവാദം ചെയ്യുകയും അരുത്. ഞാൻ നിന്റെ അപേക്ഷ കേൾക്കയില്ല. യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ വീഥികളിലും അവർ ചെയ്യുന്നത് നീ കാണുന്നില്ലയോ? ഇങ്ങനെ ഒന്നാം പാഠം ഇവിടെ അവസാനിക്കും. രണ്ടാം പാഠഭാഗമായി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 1-ന്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവിൻ. പണ്ടു നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്കു തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. വൃത്തവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നു നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. ഇങ്ങനെ 1-2 പാഠഭാഗങ്ങളോട് അവസാനിച്ചു. അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട ദൈവമേ, മൽപ്രാർത്ഥന നീ കൈക്കൊണ്ട മാമയാചന നൽകിയിടണമേ. ശോഭനീറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാം ഞങ്ങളുടെ ചിന്തകന്മാകം ശമനം ചെയ്യുവതിനും നയ്യോ വിളിക്കുന്നു നിൻ നാമത്തെ. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ ഏറ്റുകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് എന്റെ വല്ല
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പ്രിയേലായിസോൻ. 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 പൗലോസ് ശ്ലീഹ ഭാഗ്യവാൻ ചൊല്ലിടുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും പരിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആദ്യവനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ
കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ പരിശുദ്ധമുള്ള എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരികിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് കരുണകൾക്ക് ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുഗോലസ്ബാൻ ലുൽമേൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന ലോകോസ് എവൻഗേലിയുടെ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായുടെ നാടുപടിയുടെ കാലങ്ങളിൽ പ്രകാരം സംഭവിച്ചു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവനെ വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരമായി പറഞ്ഞു. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും നിത്യവും നിരന്തരവുമായി അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. തന്റെ മഹത്വത്തിന് അറുതിയില്ലാത്തവനും ഗ്രഹിക്കാവതല്ലാത്ത സത്തയുള്ളവനും അവസാനമില്ലാത്ത കർത്തവ്യമുള്ളവനുമായ കർത്താവിന്റെ സ്തുതി. തന്റെ മക്കളും പാപികളുമാകുന്ന ഞങ്ങളെ വിശുദ്ധവും ജീവൻ നൽകുന്നതുമായ കഷ്ടാനുഭവത്തെ കൈക്കൊള്ളുവാനും തന്റെ കൃപയാൽ പെസഹായുടെയും മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ പെരുന്നാൾ ആഘോഷിപ്പാനും യോഗ്യരാക്കിയവനുമായ തനിക്ക് ഈ നേരത്തും സകല പെരുന്നാളുകളിലും സകല കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും മാഞ്ഞു പോകാത്ത ബഹുമാനവും ഛേദം കൂടാത്ത പുകഴ്ചയും എന്നും എല്ലാ കാലവും യോഗ്യമായിരിക്കുന്നു. ഹോശോ ബബുകുൽ സ്ബാൻ ലുൽമീൻ.
നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം വായിച്ചയില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വമക്കളുടെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ച് നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധി മോഹമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപരിഹാരം നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരവരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനമുള്ള ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്ക് നൽകുന്ന നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമല്ല ഇപ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ഹോശോ വബുകുലസ്ബാൽ ഉൽമേൻ. ദൈവമായ കർത്താവേ, നീ ജഡപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നോമ്പ് നോക്കുകയും നിന്റെ നോമ്പാലും പോരാട്ടത്താലും നാശം കൂടാത്ത ജീവിതമാർഗത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തുവല്ലോ. ആകൽ കർസായോടുള്ള യുദ്ധമാകുന്ന നോമ്പിന്റെ അവസാനത്തിൽ ഞങ്ങളുടെ ശത്രുവിനെ നീ കീഴ്പ്പെടുത്തുകയും നിന്റെ വലിയ ജയത്താൽ കുറ്റക്കാരായ ഞങ്ങളെ നീ കുറ്റമറ്റവരാക്കി തീർക്കുകയും ചെയ്തതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ നോമ്പിന്റെ അവസാനത്തിൽ നിന്റെ വിശേഷതരമായ ദാനങ്ങൾക്കും നിന്റെ ദൈവികമായ നൽവരങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ പോരാട്ടത്തിന്റെ അവസാനത്തിൽ സത്യനോമ്പുകാർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള നല്ല കൂലിക്കും നിന്റെ വിശുദ്ധർക്ക് പർദീസയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇമ്പത്തിനും അധ്വാനിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പ്രകാശമുള്ള മണവറയ്ക്കും പൂർണ്ണതയുള്ളവർക്ക് അവകാശമായ ഉന്നതവും മാന്യവുമായ പദവിക്കും സൽസ്വഭാവികൾക്കുള്ള പ്രഭയ്ക്കും അലങ്കാരത്തിനും ഭംഗിക്കും നിന്റെ കൃപയാൽ പരിശോധിച്ചെടുത്തിട്ടുള്ളവരായ നോമ്പുകാർക്ക് ഒരുക്കിയിട്ടുള്ള സങ്കേത സ്ഥലത്തിനും വിസ്മയനീയമായ കുറ്റമറ്റവരും ശ്രേഷ്ഠരുമായവർക്കുള്ള ജയത്തിനും ബഹുമാനമുള്ളവരോട് കൂടെയുള്ള സന്തോഷത്തിനും ആനന്ദത്തിനും ആഹ്ലാദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പോരാട്ടത്തിന്റെ അവസാനത്തിൽ പ്രകാശമുള്ളവരുടെ ഏദൻ തോട്ടത്തിൽ ഭാഗ്യകരവും മഹത്വകരമായ സന്തോഷങ്ങൾക്കും നീതിമാന്മാരുടെ അവകാശത്തിനും കരുണയുള്ളവരുടെ ഭാഗ്യങ്ങൾക്കും സഹദേന്മാരുടെ ഏറ്റുപറച്ചിലുകാരുടെയും അനശ്വരമായ കിരീടങ്ങൾക്കും വലഞ്ഞിരിക്കുന്നവരും നിന്റെ സ്നേഹനിമിത്തം പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ തുറമുഖത്തിനും ആശ്വാസത്തിനും നിന്റെ തോടർക്കായി ഒരുക്കിയിരിക്കുന്ന വിരുന്നിനും ഉത്തമർക്കായുള്ള ഭക്ഷണത്തിനും കന്യാവൃതക്കാർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന പ്രകാശത്തിനും അധ്വാനികൾക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ ആശ്വാസത്തിനും നീതിമാന്മാര് പുണ്യവാന്മാര് ദുഃഖിതന്മാര് സന്തോഷിക്കുന്ന ആത്മീയ വിരുന്നിനും ഉപവസിക്കുന്നവർ നോക്കിയിരിക്കുന്ന ശരണത്തിനും വിശുദ്ധരോടുകൂടിയുള്ള സംസർഗത്തിനും സത്യനോമ്പുകാരുടെ ഐശ്വര്യത്തിനും പ്രഭയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പോരാട്ടത്തിന്റെ അവസാനത്തിൽ ദരിദ്രരോടുകൂടിയുള്ള ആത്മീയ സന്തോഷങ്ങൾക്കും ക്ഷണിക്കപ്പെട്ടവരെ വിരുന്നിനിരുത്തുന്നതായ ഭാഗ്യങ്ങളുടെ മേശയ്ക്കും പുണ്യവാന്മാരുടെ മാതാവായ ആന്തരിക സഹ്യോനും അതിരാചാര്യന്മാരും ഉത്തമന്മാരായ ശുശ്രൂഷക്കാർ ശുശ്രൂഷ ചെയ്യുന്ന കടിഞ്ഞൂരുകളുടെ സഭയ്ക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരുടെ കുഞ്ഞാടുകളോടുകൂടിയുള്ള നിന്റെ വലതുഭാഗത്തെ നിലയ്ക്കും കർത്താവേ, സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നതായ ശബ്ദത്തിനും താഴ്മയുള്ളവർക്കുള്ള ഉന്നതിക്കും പരിപാകതയുള്ളവർക്കുള്ള പുകഴ്ചയ്ക്കും ആത്മീയ മാലാഖമാരുടെ സ്തുതിക്കും അഗ്നിമയന്മാരുടെ ഹല്ലേലൂയാകൾക്കും നിന്റെ കർത്തൃമഹിമയ്ക്കും നിന്റെ ദൈവിക സ്തോത്രത്തിനും വെടിപ്പുള്ള നിരൂപണങ്ങളോടും വെണ്മയുള്ള വിചാരങ്ങളോടും നിർമ്മല നാവുകളോടും പരമാർത്ഥികളായ പൈതങ്ങളോടുകൂടെ ആന്തരികമായ ഊശാനകളാൽ നിന്റെ എതിരേൽപ്പിന് പുറപ്പെടുവാനും ബുദ്ധിയുള്ള കന്യകമാരോടുകൂടെ പ്രകാശമുള്ള ദീപേഷ്ടികളാൽ ശരിയായി നിന്നെ എതിരേൽപ്പാനും വിശുദ്ധാശ്രീകന്മാരോടുകൂടെ
രഹസ്യത്തിനടുത്ത മുത്താഴത്തിൽ നിന്നോടുകൂടി എമ്പപ്പെടുവാനും നിന്റെ സൃഷ്ടികളോടുകൂടെ നിന്നോടുകൂടെ എന്ന വണ്ണം നന്നായി കഷ്ടപ്പെടുവാനും വലതു ഭാഗത്തെ കള്ളനോടും യൗസേപ്പിനോടും നിക്കോദിമോസിനോടും എന്ന വണ്ണം വിശ്വാസത്തോടുകൂടെ നിന്റെ കബറടക്കത്തെ ബഹുമാനിപ്പാനും 3 ദിവസം നിന്നോടുകൂടെ കബറടക്കപ്പെടുവാനും നീതീകരിക്കപ്പെട്ട നാശം കൂടാതെ നിന്നോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാനും മാലാഖമാരോടുകൂടെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പരസ്യമായി സുവിശേഷിപ്പാനും നിന്റെ സമാധാനത്തിൽ സന്തോഷിപ്പാനും ആത്മീയമായ നിന്റെ വിശുദ്ധവായിൽ നിന്നുള്ള ദൈവികമായ ഊത്തിനെ പ്രാപിപ്പാനും ജീവൻ നൽകുന്നതായ നിന്റെ വിലാവിനെ സ്പർശിക്കുവാനും സന്തോഷത്തോടുകൂടെ നിന്റെ ആവാസത്തെ ന്യായമായിട്ട് കൈക്കൊള്ളുവാനും സ്വർഗീയ ഉന്നതത്തിലേക്ക് നിന്നോടുകൂടെ ആത്മീയമായി കരയേറുവാനും നിന്റെ വലതുഭാഗത്തെ നിന്നോടുകൂടെ മഹത്വത്തോടെ ഇരിപ്പാനും നിന്റെ വിശുദ്ധ സ്ലിഹന്മാർ എന്ന പോലെ ആശ്വാസപ്രദനായ ആത്മാവ് ഞങ്ങളിൽ വസിപ്പാനും മൗനം വിട്ട് ഞങ്ങൾ അതിനെ കണ്ടെത്തുവാനും വിശുദ്ധ സ്ലിഹന്മാരോടുകൂടെ യോഗ്യമായ വിധത്തിൽ നിന്നെ പ്രാബല്യപ്പെടുത്തുവാനും സാരാംശപ്രകാരം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ ജീവനും വിശുദ്ധിയുള്ള റൂഹായും എല്ലായ്പ്പോഴും മഹത്വരിപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഹോശോ വബകുലസ്മാൻ ലുൽമീൻ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങൾക്ക് മോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ തന്നെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചെല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ കീർത്തനങ്ങൾ 75-ാമത്തെ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്ന അത്രേ. ക്രിസ്തു കീർത്തനങ്ങളിലെ 75-ാമത്. വന്ദിക്കും മഹേശ സർവസൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർക്കുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു
നന്മകൾക്കായിട്ട് സ്തോത്രം, നന്മകൾക്കായിട്ട് സ്തോത്രം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾ ഞങ്ങളുടെ മേൽ വർഷിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതിനുള്ള അർഹതയും യോഗ്യതയും ഞങ്ങൾക്കില്ല കർത്താവേ. ലോകത്തിലേക്ക് മഹാഭാവികളും ദോഷികളുമാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നുറുങ്ങിയ ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ കരുണപൂർവ്വം നീ സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടുകൂടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മളിന്ന് യോനിക്കൊല്ലിനായി വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വാക്യങ്ങളാണ്. ലൂക്കോസ് 4-ന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇത് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ 40 ദിവസത്തെ നോമ്പിന് ശേഷം, 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പിശാച് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയും 3 പരീക്ഷകൾ നടക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞു കല്ലിനോട് അപ്പമാകാനായിട്ട് പറഞ്ഞു. രണ്ടാമത് ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ടു നിർത്തി താഴോട്ട് ചാടാൻ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും, ലോകത്തിലുള്ള എല്ലാ മഹത്വവും എല്ലാ സമ്പത്തും കാണിച്ചു എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഇത് 3ഉം പിശാച് പറയുമ്പോൾ ദൈവവചനത്തെയും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. കർത്താവിനോട് ഈ ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ടു നിർത്തിയതിന് ശേഷം പിശാച് പറയുന്ന വാചകം ഇങ്ങനെയാണ്: നിനക്കറിയാമല്ലോ നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നീ താവോട്ട് ചാടിയാലും. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിശാച് പറയുന്നത്. ദൈവവചനമാണ് പിശാചും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം പലപ്പോഴും നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേദപുസ്തകത്തിനെ എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കാൻ മാത്രം കട്ടാൽ എന്ന് അങ്ങനെ എഴുതിയിട്ടില്ലേ? ഉണ്ട്. മോഷണത്തിന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? വേറെ ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ വായിച്ചിട്ടില്ലേ, നിന്റെ സഹോദരനുള്ള ഒന്നും നീ മോഹിക്കരുത്, എൻ്റെ കയ്യിലുള്ള ഒന്നും കണ്ട് നീ മോഹിക്കരുത് എന്ന് നമുക്ക് പറയാം. വളരെ നിസ്സാരമായിട്ട് നമുക്ക് പറയാം. അത് എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഒന്നും കണ്ട് നീ മോഹിക്കണ്ടെന്ന് എഴുതിയിട്ടില്ലേ? അയൽക്കാരനുള്ള ഒന്നും കണ്ട് മോഹിക്കരുത്. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ വെള്ളമല്ലാതെ കുടിക്കാം. പിന്നെന്താ? അത് വേദപുസ്തകത്തിനകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ ഒരു പള്ളിയിൽ അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സേവാസംഘത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര മദ്യപാനിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് ഉപദേശിക്കണം. ഞാൻ പട്ടം ഏറ്റതേ ഉള്ളൂ കേട്ടോ, 23-24 വർഷം മുമ്പാണ്. അപ്പം എനിക്ക് മദ്യപിക്കുന്ന എൻ്റെ ഫാദറോ ഞങ്ങളുടെ വീട്ടിലോ ആരും മദ്യപിക്കുന്നവരില്ല. അതുകൊണ്ട് എനിക്ക് മദ്യപിക്കുന്ന ആളുകളോട്ട് അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ട് ഉള്ള ഒരു രീതിയുമില്ല. അപ്പം എനിക്ക് ഇച്ചിരി പേടി എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അമ്മമ്മ സേവാസംഘത്തിനൊക്കെ വരുന്നൊരു നല്ല പാവം പിടിച്ചൊരു സ്ത്രീയാണ്. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛനോട് വലിയ സ്നേഹമൊക്കെ ഉണ്ട്, അച്ഛനൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കേട്ടേക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാൻ തപ്പി പിടിച്ച വഴിയൊക്കെ പോയി, ഞാൻ നോക്കട്ടെ, സമയമില്ല, 2-3 പള്ളിയല്ലേ, തിരക്കാ എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കി. എന്നാലും ഈ അമ്മാമ്മ വിടുന്ന മട്ടില്ല. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം വരാം. പറഞ്ഞാൽ അച്ഛൻ വൈകിട്ടൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല, വൈകിട്ടായക്ക് ഒരു ബോധവും കാണത്തില്ല. അച്ഛൻ വരുവാണെങ്കിൽ രാവിലെ വരണം, രാവിലെ വന്നെങ്കിലേ ആളിനെ കിട്ടുകയുള്ളൂ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് വരണം. അപ്പോൾ ഞാൻ സർവ്വ ഊർജ്ജവും സംഭരിച്ച് പ്രാർത്ഥനയോടുകൂടി രാവിലെ എൻ്റെ ചേതക്ക് സ്കൂട്ടറിൽ അദ്ദേഹത്തെ ഉപദേശിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ അവിടെ വണ്ടി വെച്ചാൽ ഒരു 100 മീറ്റർ നടന്നു വേണം. അദ്ദേഹത്തിന് വരമ്പ് മാത്രമേ ഉള്ളൂ അയാളുടെ വീട്ടിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഈ രാവിലെ പതിവില്ലാതെ ഞാൻ ഈ സ്കൂട്ടറും കൊണ്ട് അവിടെ വെച്ചപ്പോൾ ഇയാൾക്ക് കാര്യം പിടികിട്ടി, ഇയാൾ ഉപദേശിക്കാനായിട്ടുള്ള വരവാണ്. അപ്പം ഞാനവിടെ ചെന്ന് വളരെ ഇതായിട്ട് കാര്യങ്ങളൊക്കെ പുള്ളിയോട് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല അങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛൻ വേദവസം നല്ലപോലെ വായിക്കാത്തതുകൊണ്ട് കുഴപ്പമാണ്, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അച്ഛൻ ഇത്തിരി അടിക്കാമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിയത്തില്ല. കാരണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറയുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ പറയുമല്ല. അച്ഛൻ ഇതിനകത്ത് എഴുതിയിട്ടില്ലേ? അതുപോലെ
പിശാചും പറയുന്നത് അങ്ങനെ തന്നെയാണ്. എഴുതിയിട്ടില്ലയോ, നിന്റെ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും, നിന്നെ കാപ്പാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. നീ ചാടിയാമോ? ചാടി നോക്കാതെ എങ്ങനെ അറിയുന്നേ? നീ ചാടി നോക്കാതെ എങ്ങനെ കല്ലിനോട് തട്ടുവോ ദൂതന്മാർ പിടിക്കുവോ എന്ന് അങ്ങനെ ചാടിയെങ്കിലല്ലേ അറിയത്തുള്ളൂ എന്ന് പറയാം. ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവവചനം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ സൗകര്യത്തിനായിരിക്കും, നമ്മുടെ രീതിക്കായിരിക്കും. ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. രണ്ടുള്ളവൻ ഇല്ലാത്തവനൊന്ന് കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് വേണേൽ അത് വേണേൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നീ കൽപ്പനകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണോ എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളതാണ് പലപ്പോഴും എടുക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്, യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നിനക്ക് 40 ദിവസമായിട്ട് നീ പട്ടിണി ഇരിക്കല്ലേ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നപ്പോഴാണ് സാത്താൻ വരുന്നത്. ശ്രദ്ധിക്കണം, വിശപ്പ്. അതുവരെ ഈ 40 ദിവസം ദൈവവുമായുള്ള സംസർഗത്തിൽ ഇരുന്നുകൊണ്ട് വിശപ്പും ദാഹവും അറിഞ്ഞില്ല. മോശ 40 ദിവസം ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് വിശപ്പും ദാഹവും അറിഞ്ഞില്ല. ദൈവത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഊർജം കൊണ്ട് വിശപ്പോ ദാഹവോ ഒന്നും അറിഞ്ഞില്ല. പിതാവുമായുള്ള സംസർഗത്തിലിരുന്ന കർത്താവിന് വിശപ്പൊന്നും പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞ് അത് പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശന്നു, മാനുഷികമായ വിശപ്പുണ്ടായപ്പോഴാണ് പിശാച് വന്ന് പറഞ്ഞു, ആഹാ അതിനെന്താ ഈ കല്ലിനോട് നിനക്ക് ജസ്റ്റ് അപ്പമായ പറഞ്ഞാൽ പോരേ, ഇതിപ്പോൾ ആവത്തില്ലേ, നീ അപ്പമാക്കി. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അപ്പമാക്കിയിട്ട് എനിക്ക് കുടിച്ചിട്ട് തരാൻ പുള്ളി ഒരിക്കലും പറയത്തില്ല, നീ കഴിച്ചോളാനാ പറഞ്ഞു. അവയോട് പറഞ്ഞ് പഴം പറിച്ച് പുള്ളിക്കൂടെ കുറച്ച് കൊടുക്കാൻ പറഞ്ഞു. നല്ല പഴമാണ്, ഇത് രുചിയുള്ളതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്, നീ കഴിക്കുമ്പോൾ ഇച്ചിരി എനിക്കൂടെ തരണമെന്ന് പുള്ളി ഒരിക്കലും പറയത്തില്ല. പറഞ്ഞു നീ തന്നെ കഴിച്ചാൽ മതി എന്ന് പറയും. പുള്ളിക്കറിയാം അതിൻ്റെ കുഴപ്പങ്ങളല്ല. അതുകൊണ്ട് പുള്ളി പറയും നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി, എനിക്ക് വേണ്ട ഈ സാധനം. അതാണ് ഇവിടെ കർത്താവിനോട് പറയാണ്, കല്ല് അപ്പമാക്കിയിട്ട് നീ കഴിച്ചോ, എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചാൽ മതി, നിന്റെ വിശപ്പൊക്കെ മാറണമല്ലോ എന്നാണ്. ഇവിടെ കർത്താവ് പറയുന്നൊരു വലിയ കാര്യമാണ്. നമുക്കറിയാം, ഈ ആദ്യത്തെ പാപം ഭക്ഷണത്തോടുള്ള കൊതി നിയന്ത്രിക്കാൻ പറ്റാതെ പോയതാണ്. ഭക്ഷണത്തോടുള്ള അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സദറ പ്രാർത്ഥന വായിച്ചപ്പോൾ ആഗർ ഗർസ എന്ന് പറഞ്ഞാൽ തന്നെ ഭക്ഷണപ്രിയം, ഭക്ഷണത്തോടുള്ള കൊതി, ആർത്തി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ കഴിവ് എന്താണ്? വേണ്ട എന്ന് പറയാനുള്ള കഴിവാണ്. മനുഷ്യനുള്ള ഏറ്റവും വലിയ കഴിവ് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറയാനാണ്. പോത്തിഫറിന്റെ ഭാര്യ വന്നപ്പം എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുതൽ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള കഴിവാണ് മനുഷ്യനുള്ള ഏറ്റവും വലിയ കഴിവ്. അറിയാമോ? അത് മൃഗങ്ങൾക്കില്ല കഴിവ്. ഒരു പശുവിനെ നമ്മൾ ഒരു നല്ലപോലെ പോച്ചയുള്ളൊരു സ്ഥലത്തോട്ട് അഴിച്ചു വിട്ടിട്ട് തിന്നല്ലേ എന്ന് പറഞ്ഞാൽ അത് തിന്നും. ഒരു പട്ടിയുടെ മുമ്പിൽ നിങ്ങൾ ഭക്ഷണം വെച്ചിട്ട് അങ്ങനെ അത് കഴിക്കും. അത് സ്വാഭാവികമായിട്ട് അത് കഴിച്ചിരിക്കും. അത് നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. എന്നാൽ 40 ദിവസം അല്ല 50 ദിവസം പട്ടിണി ഇരുന്നാലും നീ വെള്ളം തൊടത്തില്ലെന്ന് വേണ്ട, തൊടത്തില്ല. അതിനുള്ള കഴിവ് നമുക്കുണ്ട്. തമ്പുരാൻ പറയുന്നതാണ്. ഭക്ഷണപ്രിയം കൊണ്ടാണ് ലോകത്തിൽ അനുസരണക്കേടും മരണവും ഉണ്ടായത്. ഇന്നും നമുക്ക് ഈ ആർത്തിയുണ്ട്, ഭക്ഷണത്തോടുള്ള ആർത്തിയുണ്ട്. നമുക്കറിയാമായതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആദ്യ പിതാവ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഈ ഭക്ഷണത്തോടുള്ള ആർത്തിയുണ്ട്. ഇപ്പോഴും നല്ല ഭക്ഷണം കണ്ടാൽ നല്ല സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ. യോഹന്നാൻ തിരുമേനി ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നപ്പം തിരുമേനിക്ക് പൂവമ്പഴം ഇഷ്ടമായതുകൊണ്ട് നല്ല പൂവമ്പഴമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു പൊടല പഴം അങ്ങോട്ട് നീക്കി വെച്ചപ്പോഴാണ് തിരുമേനി പറഞ്ഞത്, മോനെ തങ്കച്ച, ഇപ്പം പഴം ഞാൻ തിന്നു, ഇനി പഴം എന്നെ തിന്നാൻ പോവാ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ആദ്യം നമ്മളൊരു പഴം കഴിക്കും, പിന്നെ പഴം നമ്മളെയാണ് കഴിക്കുന്നത്. നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. ഭക്ഷണപ്രിയം ദൈവത്തിൽ നമ്മൾ. കർത്താവ് അവരോട് പറയുന്നൊരു വാചകം ഇതാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടാണ്. അപ്പം കൊണ്ട് മാത്രമാണോ? ഇപ്പം ഞാൻ സിൽക്ക് സ്മിത, അവർക്ക് പണമില്ലാഞ്ഞിട്ടാണോ? അപ്പം ഇല്ലാഞ്ഞിട്ടാണോ? അവർക്ക് പിന്നെ സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? അധികാരം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അവർക്ക് എന്തിന്റെ കുറവായിരുന്നു? അവർ ആത്മഹത്യ എന്തുകൊണ്ടാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ഈ ലോകത്തിന്റെ ഭൗതികത കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ടും കൂടെയാണ്. ദൈവത്തിന്റെ ആത്മാവിലാണ്, ദൈവത്തിന്റെ ശക്തിയിലാണ്, ദൈവം കരുതുന്നത് കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമുക്ക് ഇന്ദിരാഗാന്ധി നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല, രാജീവ് ഗാന്ധി നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. ലോകത്തിലുള്ള എല്ലാവർക്കും കൂടെ നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. നമുക്ക് പണമുള്ളത് നമ്മുടെ സംരക്ഷണമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് അധികാരമുള്ളത് നമ്മുടെ സംരക്ഷണമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് ആരോഗ്യമുള്ളത് നമ്മുടെ ഒരു ചെറിയ പനി വന്നാൽ മതി, നമ്മുടെ എല്ലാം അവസാനിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ ഇതുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഈ ഒരുമാതിരിപ്പെട്ട ഞരമ്പ് സംബന്ധമായ, തലച്ചോറ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയും, EEG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് വഴിയാണ് പഠിക്കുന്നത്. അത് കണ്ടുപിടിച്ച ഹാൻസ് ബർഗർ എന്ന് പറഞ്ഞ ആളാണ്. ഹാൻസ് ബർഗർ
അദ്ദേഹം ഈ കണ്ടുപിടുത്തമൊക്കെ നടത്തിയതിന് ശേഷം പണമുണ്ട്, ബുദ്ധിയുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷെ അയാൾ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. അയാൾ ആത്മഹത്യ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഭൗതികത കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ FM റേഡിയോ ആണ് കേൾക്കുന്നത്. FM റേഡിയോ, നല്ല പാട്ടുകൾ വരും, നല്ല ഇതല്ല. FM ഭയങ്കര ഹിറ്റായിരിക്കുകയാണ്. FM റേഡിയോ കണ്ടുപിടിച്ച എഡ്വിൻ ആംസ്ട്രോങ് എല്ലാ സൗകര്യവും ഉള്ള ആളാണ്, നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആൾ, പണമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. ജർമ്മനിയിലെ 5ാമത്തെ പണക്കാരനായിരുന്നു അഡോൾഫ് മെർക്കൽ എന്ന് പറഞ്ഞ ആള്. 5ാമത്തെ പണക്കാരനായിരുന്നു. 2007 ഫോബ്സ് എന്ന് പറയുന്ന മാസികയിലെ 13 ബില്യൺ അമേരിക്കൻ ഡോളർ. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് 13 പൂജ ഇടണം, മനസ്സിലായി? 13 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ആണ് അയാളുടെ ആസ്തി. 2007 സിമെന്റ് കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, എല്ലാ സൗകര്യങ്ങളും ഉള്ള മനുഷ്യനാണ്. കല്യാണം കഴിച്ച് 4 മക്കളുണ്ട്. 2007 5ാമത്തെ പണക്കാരനാണ്. 2009 ജനുവരി മാസം 5-ാം തീയതി അയാൾ ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ്. ആലോചിച്ചോണം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ഭൗതികത കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ടും കൂടെയാണ് ജീവിക്കുന്നത്. ദൈവവചനത്തിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറുമ്പോൾ പിശാച് നിന്നെ പിടിച്ചിരിക്കും. ദൈവവചനത്തിൽ നിന്ന് നീ പിന്മാറുമ്പോൾ പിശാച് നിന്നെ പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത്. രണ്ടാമതൊരു പ്രലോഭനമാണ് പറയുന്നത്. പറഞ്ഞു, ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ കാണിച്ചു, സകല മഹത്വം കാണിച്ചു, സ്വർണം കാണിച്ചു, രത്നങ്ങൾ കാണിച്ചു, എല്ലാം കാണിച്ചു, പണം കാണിച്ചു. പറഞ്ഞു, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം നിനക്ക് തരാം. നമ്മുടെ രാജ്യത്തൊരു ഇലക്ഷൻ നടക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പ്രധാനപ്പെട്ട പാർട്ടിയിലോട്ട് ആളുകൾ ചേരുന്നുണ്ട്. അവിടോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കള്ളപ്പണത്തെ പേടിക്കണ്ട, അറസ്റ്റിനെ പേടിക്കണ്ട, ജയിലിനെ പേടിക്കണ്ട, എന്ത് തോന്നിവാസം കാണിക്കാം, ബലാത്സംഗം ചെയ്യാം, ബലാത്സംഗം ചെയ്തിട്ട് അവരെ കൊല്ലാം, അവരെ ആ കുടുംബത്തിലുള്ള ആളുകളെ എല്ലാം കൊല്ലാം, എന്ത് വേണേലും ചെയ്യാം, എൻ്റെ കൂടെ നിന്നാൽ മതി. ഇതാണ് സാത്താനും പറയുന്നത്. ഇതെല്ലാം നിനക്ക് തന്നേക്കാം, ഒരു കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ അങ്ങ് നിന്നാൽ മതി എന്നുള്ളത്. പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ എനിക്ക് വിഷമമുണ്ടാക്കിയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ മലബാറിൽ അച്ഛനായിരിക്കുന്ന സമയത്ത് 6-ന് അക്കരെ, ഞാൻ 2-6-ന് കരിമ്പുഴയ്ക്കും പുന്നപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഒരു പള്ളിയിലായിരുന്നു ഞാൻ അച്ഛനായിട്ടിരുന്നത്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ പോകാൻ വള്ളത്തെ പോകണം. അവിടെ എല്ലാം പാലങ്ങളായി. ഞാൻ എൻ്റെ 6-ന് അക്കരെയുള്ള പുല്ലഞ്ചേരി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു കുട്ടിക്ക് ഈ ഒരു പ്രയാസം ഉണ്ടായിട്ട്, ലിംഫോമയുടെ ഒരു പ്രയാസം ഉണ്ടായിട്ട് കുറേ ആളുകൾ അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പം ഈ കൊച്ചിൻ്റെ അസുഖം മാറും, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, ഇപ്പം ഇതെല്ലാം മാറും. അവർ എവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന് കരുതി ഇരിക്കുകയാണ്. എവിടെ പോയാൽ രക്ഷപ്പെടും? പറഞ്ഞ് 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 ആ വയ്യാതിരിക്കുന്ന കൊച്ചിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കി. 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പണം കാണിച്ച് പ്രലോഭിപ്പിക്കുക, അധികാരം കാണിച്ച് പ്രലോഭിപ്പിക്കുക, ദൈവവചനം പറഞ്ഞ് പ്രലോഭിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒത്തിരി ആളുകളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോട് നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പ്രലോഭനങ്ങളുടെ മുമ്പിൽ നോ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ഇതാണ് ഈ നോമ്പിന്റെ വിജയം എന്ന് പറയുന്നത്. ഭക്ഷണപ്രിയത്തോട് നോ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടുകൂടെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ നോമ്പിന്റെ വിജയം എന്ന് പറയുന്നത്. അധികാരത്തിന്റെ മുമ്പിൽ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ അത് വേണ്ടാന്ന് വെക്കാൻ, അതിനോട് നോ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ, ഓഫറുകളുടെ മുമ്പിൽ, ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ നമ്മുടെ ഈ പുല്ലഞ്ചേരിയും പുല്ലങ്കോട് എല്ലാം ചേർന്ന് പുല്ലങ്കോട് പള്ളിയിൽ നിന്ന് മാറി ഞങ്ങളുടെ കൂടെ വന്നാൽ പിള്ളേരെ എല്ലാം അമേരിക്കയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവോ ഇല്ലയോ? ചോദ്യം നിങ്ങൾ തന്നെ മനസ്സിൽ ചോദിച്ചാൽ മതി. ആരും പറയാത്തോണ്ടാ, ഒരുത്തനും ഇപ്പൊ ചോദിക്കുന്നില്ലല്ലോ, ആരും ചോദിക്കാത്തോണ്ടാ. ചോദിച്ചായിരുന്നെങ്കിൽ എന്ത് പറയാനേ, നമ്മൾ തന്നെ ചോദിച്ചാൽ മതി. അല്ല, നിനക്ക് 2 കോടി രൂപ തരാം, 2 കോടി രൂപ തരാം, വാ, പോത്തില്ലേ? ലോകത്തിലെ സകല മഹത്വവും കാണിച്ചിട്ടും, സകല പണവും കാണിച്ചിട്ടും, സകല രത്നങ്ങളും കാണിച്ചിട്ടും പോടാന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതിന്റെ മുമ്പിൽ പോടാന്ന് പറഞ്ഞവനാണ്, നീ ഇതിന്റെ പണി നോക്കെന്ന് പറഞ്ഞാണ് ജോസഫ്. പഴയ നിയമത്തില് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, എന്ത് വേണേലും ചെയ്യാം, വേണ്ടാന്ന് പറഞ്ഞു.
ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ആലോചിച്ച് നോക്കണം. നമ്മുടെ അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇച്ചിരി കുന്തിരിക്കം, പിന്നെ സീസർ ഈസ് ലോഡ് എന്ന് പറഞ്ഞില്ലേലും കുഴപ്പമില്ല, അത് വരുന്നില്ലേലും കുഴപ്പമില്ല, നിങ്ങളെ ഒന്നും കൊല്ലാൻ ഞങ്ങൾക്ക് മനസ്സില്ല, നീ ഇച്ചിരി കുന്തിരിക്കം എടുത്ത് സീസറിന്റെ ഫോട്ടോയുടെ മുമ്പിലോട്ട് വെച്ചാൽ മതി, ഇച്ചിരി വേണ്ട പറഞ്ഞു, കൊന്നോളാൻ പറഞ്ഞു. മനസ്സിലായോ? ഇതാണ് നോമ്പിന്റെ വിജയം എന്ന് പറയുന്നത്. മൂന്നാമത്, കർത്താവിനെ ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ കൊണ്ടു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു അത്ഭുതം കാണീര്, ഇത്രയും ഭയങ്കര പൊക്കത്തിൽ നിന്ന് താഴോട്ട് നീ ചാടുന്നു, ഒന്നും വരാതെ നീ എഴുന്നേറ്റ് ഇങ്ങനെ നടന്നു പോകുന്നു. എന്ത് രസമാണ് കാണാൻ. അപ്പൊ ആളുകൾ പറഞ്ഞു, അയ്യോ എന്തോ ഒരു ഭയങ്കര അത്ഭുതം. നമ്മുടെ ഒരു വിചാരമുണ്ട്, ഈ അത്ഭുതം കാണിച്ച ആളുകളെ കർത്താവിന് ചുമ്മാതാ. നമ്മൾ ഇന്ന് ഈ TV, ഞാനത് കാണുന്നില്ല, പറയാം, TV നമ്മളിത് തുറന്നു നോക്കുക, എത്ര ചാനലുകളുണ്ട് ഈ ദൈവവചനം പ്രഘോഷിക്കാൻ, എത്ര ചാനലുണ്ട് എനിക്കറിയത്തില്ല, കുറെ ചാനൽ എന്തായാലും ഉണ്ട്. അതിലെല്ലാം തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ കണ്ടമാനം നടക്കുന്നുണ്ട്. പക്ഷെ ഈ അത്ഭുതം കണ്ടിട്ട് ഇന്ത്യയിൽ 3% എന്നും ക്രിസ്ത്യാനികളുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ അത്ഭുതം കണ്ടുകൊണ്ട് ആരും ക്രിസ്ത്യാനി ആവുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അത്ഭുതം കണ്ടുകൊണ്ട് ആളുകൾ ക്രിസ്ത്യാനി ആകുമായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ 50% പേര് ഇപ്പൊ ക്രിസ്ത്യാനി ആയതിനെ, കുറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, 50% പേരെങ്കിലും. അത്ഭുതം കൊണ്ട് ആവത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അങ്ങനെ പറ്റത്തില്ല. നല്ല ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. അത്ഭുതം കാണിച്ചുകൊണ്ട് ആർക്കും പറ്റില്ല, സാധിക്കത്തില്ല. നല്ല പ്രസംഗം ചെയ്തുകൊണ്ട് പ്രയാസമാണ്. നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആളുകളോട് സ്നേഹം കൊടു, അവരോട് നമ്മൾ സ്നേഹമായിട്ട് ഇടപെട്ട് സംസാരിക്കുക. നമ്മൾ പോകുന്ന വഴിക്ക് അവർ എഴുന്നേറ്റ് നിന്ന് നമ്മളോട് സല്യൂട്ട് അടിക്കും. അവർ പറയും, കർത്താവിനോട് ഞങ്ങൾക്ക് സ്നേഹം വാച്ചോ എന്ന് പറയും. ഒരു മനുഷ്യൻ എൻ്റെ പാഴ്സനയിൽ വന്നിട്ട് കുറച്ച് സ്നേഹം, അല്പം സ്നേഹം കൊടുത്തിട്ട് മനുഷ്യനാണ്, കുറച്ച് സ്നേഹം എൻ്റെ പാഴ്സനയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്നലെ പഠിച്ച 5 പാട്ടുകൾ അച്ഛനെ പാടി കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു, പാടിയാട്ടെ. പാട്ട് ട്യൂണൊന്നും കറക്റ്റ് ഒന്നുമല്ല. അയാളുടെ സംതൃപ്തിക്ക് വേണ്ടി ആ പാട്ടുപുസ്തകത്തിലുള്ള 5 പാട്ടുകൾ എന്നെ പാടി കേൾപ്പിച്ചു. പറഞ്ഞു, അച്ഛോ കുറച്ച് പാട്ടുകളോട് പഠിക്കാനുണ്ട്, ഞാനത് പഠിച്ചിട്ട് ഞാൻ അച്ഛനെ പാടി കേൾപ്പിക്കാം. അതെ, നല്ലതാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഓരോ അത്ഭുതം കാണിച്ചാൽ ഇവിടെ ആരും നമ്മളോട് വരാൻ പോകുന്നില്ല. നല്ല ജീവിതങ്ങളാകണം, നല്ല സ്നേഹം കൊടുക്കണം, നല്ല കരുതൽ കൊടുക്കണം, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയണം, ചേർന്ന് നിൽക്കണം. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, കർത്താവ് അത്ഭുതം കാണിക്കാത്തതുകൊണ്ടാണെന്നോ കർത്താവിനെ ക്രൂശിച്ച്. അത്ഭുതങ്ങൾ കർത്താവിനെ പിടിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പത്രോസ് ചാടി ഒരുത്തൻ്റെ ഈ കാത് ഇറക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് ആ കാത് കൈവച്ച് അതെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? അത് കണ്ടേച്ച് കർത്താവിനെ ഒരു പിടിക്കാതെ പോയോ? ആ അത്ഭുതം കണ്ടേച്ച് കർത്താവിനെ പിടിക്കാതാണോ പോയെ? കർത്താവിനെ പിടിച്ചുകൊണ്ട് തന്നെ പോയത്. ഈ അത്ഭുതങ്ങൾ ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വേദപുസ്തകം എന്ന് പറയുന്നത് 2 വാക്കേ ഉള്ളൂ, 2 വാചകമേ ഉള്ളൂ വേദപുസ്തകം. ദൈവത്തെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ. ഇതിനകത്തിൽ ഈ ന്യായപ്രമാണവും ഇത് മൊത്തം പ്രവാചകന്മാരും പുരോഹിതന്മാരും ആചാര്യന്മാരും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 2 കാര്യത്തിന് അടങ്ങിയിട്ടുണ്ട്. കർത്താവ് പഠിപ്പിക്കുകയാണ്, അത്ഭുതം കൊണ്ട് ആരും വരാൻ പോകുന്നില്ല. പ്രലോഭനങ്ങളല്ല നമുക്ക് വേണ്ടത്, ആർത്തികളല്ല നമുക്ക് വേണ്ടത്. മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും കൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ള. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ പള്ളിയിൽ ആരെങ്കിലും ചിന്തിക്കുക, എൻ്റെ ഈ പൈസ ഉണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, അല്ലെ എനിക്ക് ബന്ധുബലമുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അരിഷ്ട മനുഷ്യനെ വിളിക്കാനുള്ളൂ, അരിഷ്ട മനുഷ്യൻ. അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഒത്തിരി പേരൂടെ കണ്ടേനെ. ഇല്ല, ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറയാം, ദൈവവചനം കൊണ്ടുകൂടെ മാത്രമേ നമുക്ക് സംതൃപ്തമായി സമാധാനമായി ജീവിക്കാൻ, ദൈവവചനം കൊണ്ടുകൂടെ മാത്രമേ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടെ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഭൗതികത കൊണ്ട് നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനപ്പുറമായി ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നോമ്പിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകകൾ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ, അധികാരങ്ങളുടെ മുമ്പിൽ
അത്ഭുതങ്ങളുടെ മുമ്പിൽ, ഭക്ഷണപ്രിയത്തിൻ്റെ മുന്നിൽ, ആർത്തികളുടെ മുന്നിൽ കർത്താവ് കാണിച്ചിരിക്കുന്ന മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസം പ്രഭാതത്തിൽ നിന്നെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ ആരാധനാ സമൂഹത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഭൗതികത കൊണ്ട് മാത്രമല്ല, അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വചനം കൊണ്ടും കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് ഞങ്ങളെ എപ്പോഴും ഓർപ്പിക്കണമേ. അതുകൊണ്ട് വചനം ഞങ്ങളിത് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിൽക്കാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് വചനം ഞങ്ങളുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നു. പ്രലോഭനങ്ങൾ ധാരാളമുണ്ട് കർത്താവേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഞങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് സാധ്യതകളുണ്ട്. ജീവിതത്തിൽ രോഗം വന്നാലും പ്രയാസം വന്നാലും പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് കർത്താവ് ഞങ്ങളും പറയത്തക്കവണ്ണം ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമുള്ളവരുമായി നിലനിൽക്കുന്നതിന് ഞങ്ങൾക്ക് തുണയ്ക്കണമേ. ഈ ആരാധനാ സമൂഹത്തെ നിൻ്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. സത്യ നോമ്പുകാർക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിൻ്റെ മക്കൾക്ക് നൽകണമേ. ദൈവവചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തമ്പുരാൻ സഹായിക്കണമേ. തുറന്നുള്ള ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അനുഗ്രഹിച്ച് ഞങ്ങളെ പറഞ്ഞയക്കണമേ. യേശുവിൻ മൂലം അപേക്ഷിക്കുന്നു, ദയോടുകൂടി കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് സഭയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഉപസാരത്തിൻ്റെതായ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റച്ചൊല്ലാം. സർവശക്തിയുള്ള ഭാവതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി വിശേതമ്പുരാനെ, നിനക്ക് വിരോധമായും സ്ഥലത്തെ ജീവിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവൻ തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞു സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു. സകലത്തിലും പിഴച്ചു നിന്നെ ഏറ്റു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവന് രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ പുതുജീവൻ നിലനിർത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. സകലത്തിൻ്റെയും ദൈവവും കർത്താവുമായുള്ളവേ, യോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായ വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും തത്വത്തിൽ നിന്നോട് ഏകത്വമുള്ളവനുമായ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലാം ഇപ്പോഴും
ഞങ്ങൾ കരേറ്റും ഹോശോ വബുകുലസ്ബാൻ ലുൽമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കാൻ നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുലസ്ബാൻ ലുൽമേൻ. ഭക്തിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ സൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമാകുന്ന വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയോർസ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന അതിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും ഈശ്വരവാസന്മാരും സുൽത്താനന്മാരും മൗബന്മാരും മാറാവാസന്മാരും ഹൈലന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോപങ്ങളും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ത് പാടി ചൊല്ലുന്ന ആറാറ് ചിറകുള്ള ശ്രാപ്യന്മാരും സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം. കൊയ്നാൻ ഒമറീനാൻ. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ലേയന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു.
ഇപ്രകാരം തന്നെ കാസയും അവനടുത്ത് സ്തോത്രം ചെയ്തു. നീ വാഴ്ത്തേണമേ. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ത്രീയന്മാർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിനോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം നാളിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീ വിധിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവരും പ്രതിപകരം ചെയ്യുന്നതായ രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തമായി രക്തം കൂടാതെ യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യരുതേ. എന്നാലോ നിന്റെ കരുണയുടെ ബോധം നിമിത്തം നിന്റെ മക്കളായ ഞങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാണ് ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു പറയുന്നു. ലാബൂ കാദമറോ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്തതേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിരുദ്ധക്കാർ മുഖാന്തമുള്ള ഇടർച്ചകളിൽ നിന്ന് അവസാനത്തോളവനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും തിരുസഭകരേറ്റും. ഹോശോ ബബുകുലസ്മാൻ ലുൽമേൻ. നാല് ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേശുവരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ മെത്രാപ്പൊലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോക്കിമാർ പൗലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സബർഗൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ ഫീലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യോസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രീം, ജോസഫ് മാർ ഇവനിയോസ്, മാത്യോസ് മാർ സനാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും ശിഷ്യന്മാർ ശമാശന്മാർ മുതലായി വട്ടത്തിനടുത്ത എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവനെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവനാക്കി തീർക്കണമേ. ഭൂമിയിലുള്ള സകല അംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചുള്ളതുമായ വിശുദ്ധ കന്യാമറിയാമിനെയും
ശുദ്ധിമാന്മാരായ ദിവ്യന്മാരെയും സ്ത്രീയന്മാരെയും അറിയിപ്പുകാരെയും യമൻഗീതന്മാരെയും സഹദേവന്മാരെയും മദ്യോനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നണി നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോട് കൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുള്ള തൻ്റെ റോഗായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, നിന്റെ ദുർഗയെ ഞങ്ങളുടെ ജീവനെ വരമേൽപ്പിച്ച് അനുഗ്രഹങ്ങളിലേക്കുന്നു. നല്ലവനെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യങ്ങളെ ദിവസത്തിലേക്ക് സമർപ്പിക്കാം. ഇടവകയെ മറ്റുമായ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ വെച്ച് നടന്ന നോമ്പ് നമസ്കാര പ്രാർത്ഥനകളിലൊക്കെയും വ്യാപരിച്ചവർക്കായ സ്തോത്രം. അനേകരെ വചനം പറയാൻ ദൈവം ഒരുക്കി, അനേകം വീടുകൾ തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. ഇന്ന് 40-ാം വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന കർത്താവിനെ മുഹൂർത്തപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ പുണ്യം നൽകുന്ന ശരീരം രക്തവും കഴിപ്പാൻ തക്കണം ദൈവം തമ്പുരാൻ ആയുസ്സിൽ ഒരു അവസരം കൂടെ നൽകി. ദൈവത്തെ സ്തുതിക്കാം, വാഴ്ത്താം. പ്രത്യേകിച്ച് ഞായറാഴ്ച മുതൽ ഉള്ള കർഷാനുഭവാഴ്ചത്തെ ശുശ്രൂഷകളെല്ലാം തന്നെ വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളും നമസ്കാരങ്ങളും എല്ലാം അനുഗ്രഹകരമായി നടക്കുന്നതിനും കർത്താവിൻ്റെ മഹത്വം അതിലൂടെ കാണുന്നതിനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ കർത്താവെ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടെയാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും കർത്താവിൻ്റെ വചനം ഞങ്ങളിൽ പോയെങ്കിൽ ഒരു പ്രയോജനവുമല്ലല്ലോ കർത്താവ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി കളയാതെ, ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടുത്തി കളയാതെ, ഞങ്ങൾ ബലമുള്ളവരായി ദൈവ വചനത്തിൽ ശരണപ്പെടുന്നവരായി ഞങ്ങളെല്ലാവരും എല്ലാ കുടുംബങ്ങളും കാണപ്പെടുവാൻ തമ്പുരാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, നമ്മുടെ ആരെങ്കിലും പരിചയത്തിലുമായി നമ്മുടെ സഹായം ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. പുറത്ത് പോകാതെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽക്കാരെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനകൾ ഓർക്കാം. ഇത് ജാതിയിലും മതത്തിലുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുപാട് താമസിക്കുന്നത്. അവർക്ക് നല്ല സാക്ഷ്യമുള്ളവരെ നിൽപ്പാൻ തക്കൊണ്ട് തമ്പുരാനെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് അവർ കർത്താവിന് സ്തോത്രം പറയുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ തക്കൊണ്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമുക്ക് ദൈവങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് സംഗ്രഹിക്കുകയും ചെയ്യും. ക്രോബേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും സ്രാഫേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വേഗമുള്ള സൈന്യങ്ങളുടെ ആയിരങ്ങളാലും 10,000 പൊഴുത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്കിണയ്ക്കുന്ന വഴിപാടുകളെ പൂർണ്ണഫലങ്ങളെ ശുദ്ധീകരിച്ച് പൂർത്തി വരുന്നതിനുമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടെ ചൂടാത്തോടും കൂടെ
സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിയും അന്തവുമില്ലാത്തതും അന്ത്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായി നമ്മോടുകൂടെ കർത്താൻ തിരുനാമാതുലന്തേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളെ നീ ഓർക്കേ
ഞങ്ങൾക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുള്ള പതുക്കത്തിനുമായി വിരാനിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ ആകത്ത നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാത്തല്ല അതിന്റെ വലുതേറെ നീട്ടിക്കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്നേക്കും തിരുസല മുഖപ്രസാദനുമായ കാലത്താൽ മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരീരങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധകരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കും യേശുവിന്റെ അനുഗ്രഹങ്ങൾ ഈ വിസിൽ വച്ചിരിക്കുന്നതിന്റെ മേലും കൊടുക്കുന്നതിന്റെ മേലും കൈക്കൊള്ളുന്നതിന്റെ മേലും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെയും മേലുണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കർത്താവിന്റെ ശരീര രക്തങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നിങ്ങൾക്ക് കൊണ്ട് മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുന്നു. ക്രിസ്തീയ കീർത്തനങ്ങൾ 83. യേശുവിനു മഹത്വം.
ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായാൽ ഭക്ഷിച്ച തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് പ്രതികാരത്തിനുമായിട്ട് ഭവിക്കാതെ പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കരുണ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റവിധിക്കപ്പെടാതെ പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ടും ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്റെ ജനകനായ പിതാവായ ദൈവത്തെ പരിശുദ്ധ റൂഹാതമ്പുരാനെ ഇടപെടാസ്തിപ്പാന്തക്കോണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിപ്പോഴും എപ്പോഴും സർവകാലത്തേക്കും തന്നെ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെയെല്ലാം വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള സ്രഷ്ടാവേ, ഞങ്ങളെയെല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകീടും കർത്താവേ, രക്ഷയ്ക്കുള്ള വഴിയേ നീ ഞങ്ങൾക്കെന്നും കാണിക്കാം. സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധി മോഹത്തുമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രിതരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൃപയും സമാധാനവും ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദി ഞാൻ ഈ സമയത്ത് പറയട്ടെ. എല്ലാവർക്കും ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച, അതായത് മറ്റന്നാളിൽ രാവിലെ 8 മണിക്ക് ഹോസാനയുടെ നമസ്കാരം പള്ളിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി വരണമേ. ഇന്ന് പ്രത്യേകിച്ച് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ അവിടെ നിന്നാൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആളുകൾക്ക്